JSS CMP കർഷക സംഘടനകളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നവംബർ 1-ന് ആലപ്പുഴയിൽ കേര കർഷക കൺവെൻഷൻ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ശനിയാഴ്ച രാവിലെ 10-ന് ടൗൺ ഹാളിലാണ് കൺവെൻഷൻ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ പ്രധാന കൃഷിയായിരുന്ന നാളികേര കൃഷി ഇന്ന് നശിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്നും കേര കർഷകർ അവരുടെ ആവശ്യങ്ങൾക്കും അവകാശങ്ങൾക്കും വേണ്ടി പോരാടേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നുവെന്നും ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. ഒരു സംസ്ഥാനതല കൺവെൻഷൻ 1-ാം തീയതി ആലപ്പുഴ ടൗൺ ഹാളിൽ വെച്ച് നടക്കുകയാണ്. ഞങ്ങൾ ഈ നാളികേര കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം നാളികേര കൃഷിക്ക് കേരളം എന്ന് പറയുന്നത് തന്നെ ഈ നാളികേരത്തിന്റെ പേരിലുണ്ടായ പേര് തന്നെ അങ്ങനെ ഉണ്ടായതാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ അവഗണന അനുഭവിക്കുന്നത് ഈ കൃഷിക്കാർ തന്നെയാണ്. കഴിഞ്ഞ കുറെ കാലങ്ങൾ വരെ നാളികേരത്തിന് വിലയില്ല. ഇപ്പൊ വിലയുണ്ട്, പക്ഷെ നാളികേരമില്ലാത്തൊരവസ്ഥ. അപ്പൊ അതുകൊണ്ട് ഒരു സ്ഥിരമായി ഈ നാളികേര കൃഷിക്കാരുടെ നിലവിൽ ഗവൺമെന്റിന് രണ്ട് ഗവൺമെന്റുകൾക്കും ചെയ്തു കൊടുക്കാവുന്ന കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ഈ കേന്ദ്ര നാളികേര വികസന ബോർഡും അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാരും അതിനുവേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അപ്പോ ഇവിടുന്നുള്ള അത്യുൽപാദന ശേഷിയുള്ള ഈ 3 വർഷം കൊണ്ട് കായ്ക്കുന്ന പുതിയ നാളികേരത്തിന്റെ വിത്തുകളൊക്കെ തന്നെ അതെല്ലാം തമിഴ്നാട്ടിലേക്ക് പോവുകയാണ്. എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ അതുപോലെ തന്നെ ഈ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു നടപടികളും ഈ ഗ്രാമഭവനിലും മറ്റ് സ്ഥലത്തും നടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന 2 കാര്യമാണ്. ഒന്ന്, ഈ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രക്ഷോഭ സമരങ്ങളും അതോടൊപ്പം തന്നെ നാളികേര കൃഷിക്കാരുടെ സംഘടനകൾ ജില്ലാടിസ്ഥാനത്തിൽ നാളികേര കൃഷി ഏറ്റവും കൂടുതലുള്ള ജില്ലകൾ, ആ ജില്ലകളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു സംവിധാനമുണ്ടാക്കി അവരെ ബോധവൽക്കരിക്കുന്നതിനും വേണ്ടി അതിനുവേണ്ടി ഒരു സ്ഥിരം സംവിധാനമുണ്ടാക്കാതെ ഞങ്ങൾ മാത്രമല്ല, JSSഉം CMPയും മാത്രമല്ല, അത് ഈ മറ്റ് പല കർഷക സംഘങ്ങൾ, ഇപ്പോൾ കൃഷ്ണൻകുട്ടി, നമ്മുടെ ചിറ്റൂരെ കൃഷ്ണൻകുട്ടി കൺവെൻഷൻ മാറി മാറി വന്ന LDF UDF ഗവൺമെന്റുകൾ കേര കർഷകരുടെ അവഗണനയാണ് പുലർത്തിയിട്ടുള്ളതെന്നും അവർ ആരോപിച്ചു. കേരളത്തിലെ നാളികേര കൃഷി നിലനിൽക്കാൻ കേടായ തെങ്ങ് വെട്ടിമാറ്റി കൂടുതൽ രോഗപ്രതിരോധ ശേഷിയുള്ള തൈകൾ വയ്ക്കുന്നതിനുള്ള പദ്ധതി കാലതാമസം കൂടാതെ നടപ്പിലാക്കാൻ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തുകയാണ് കൺവെൻഷന്റെ ഉദ്ദേശ ലക്ഷ്യമെന്നും അവർ പറഞ്ഞു.